എന്തുകൊണ്ടായിരിക്കും കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇടതുപക്ഷം, അതായത് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷത്തിനോട് ഇത്ര വെറുപ്പുണ്ടാകാൻ കാരണം? അതിന് തെളിവുകളുണ്ട്. കഴിഞ്ഞ 3 ഇലക്ഷൻ എടുത്ത് നോക്കുക. എത്രമാത്രമാണ് പിണറായി വിജയനെതിരെ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഇത്രമാത്രം പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു സമയം ഉണ്ടായിട്ടില്ല. കേരളത്തിൻ്റെ ഇലക്ഷൻ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ കേരളത്തിലെ മുസ്ലിങ്ങളിൽ വലിയൊരു ഭൂരിഭാഗവും അതിനകത്ത് CPM വോട്ട് ചെയ്യുന്ന ലിബറലായിട്ടുള്ള മുസ്ലിങ്ങളുണ്ട്. CPM അനുഭാവികളല്ല, പാർട്ടി കേഡേഴ്സിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ട്. ഇവരെല്ലാം ഒന്നടങ്കം അവർ വിശ്വസിക്കുന്നൊരു സംഭവമുണ്ട്. അതായത് പിണറായി വിജയൻ ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയെ ചതിച്ചു, അതായത് ചീറ്റ് ചെയ്തു, അവരെ വഞ്ചിച്ചു. ഇത് വളരെ വിസിബിളാണ് കേരളത്തിൽ. അതാണ് ഏറ്റവും വലിയ ക്രൂഷ്യൽ ഫാക്ടറായിട്ട് പറയുന്നത്. അതെല്ലാം കൂടെ ഒത്തുവെച്ച് നോക്കുമ്പോഴാണ് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. UDF 100 സീറ്റല്ല ഉണ്ടാക്കാൻ പോകുന്നത്. ഏറ്റവും ചരിത്രപരമായിട്ട് ചിലപ്പോൾ അത് 120 സീറ്റ്, 110 സീറ്റ്, 115 സീറ്റ് വരെ ഇതങ്ങ് കയറും. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ ബ്ലോക്കായിട്ട് പിണറായി വിജയൻ, CPM അല്ല, അതായത് പിണറായി വിജയനെ ടീമിനെ തോൽപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൻ്റെ ഒരു കാര്യം, പ്രത്യേകിച്ച് പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ചില ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇന്ത്യയിൽ നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് മോദി ഗവൺമെൻറ്. കഴിഞ്ഞ 11-12 വർഷമായിട്ട് മോദി ഗവൺമെൻറ്റാണ് ഇന്ത്യ ഭരിക്കുന്ന. BJP റൈറ്റ് വിങ് ഹിന്ദുത്വ പാർട്ടിയാണ് ഈ പറയുന്ന മോദി അവരുടെ കൂട്ടരും. ഇന്ത്യയിലാകമാനം നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, ഈ ഏറ്റവും അവരുടെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത് ആദ്യം, അതായത് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യയിലാകമാനം. അതിനകത്ത് ഇഷ്ടംപോലെ തെളിവുകളുണ്ട്. ഓരോ ദിവസവും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇന്ത്യയിലുള്ള പല മുസ്ലിങ്ങളും പലയിടത്തും ജോലിക്ക് തന്നെ പോകുന്നത്. ഡൽഹിയിൽ എനിക്കറിയാവുന്ന, അതായത് ആ സ്ത്രീകൾ, രാവിലെയൊക്കെ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ, വീടുകളിലൊക്കെ പാത്രം കഴുകാനും സഹായിക്കാനും പോകുന്ന സ്ത്രീകൾ, അവർ മുസ്ലിങ്ങളായിട്ട് ഇപ്പം പോകുന്നില്ല. കാരണം അവർ പേര് വരെ മാറ്റി. കഴിഞ്ഞ സമയത്ത് എൻ്റെ മകള് ഒരു സ്ത്രീ വീട്ടിൽ ജോലിക്ക് ഇങ്ങനെ ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു പേരെന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ സരിതേതാ പറഞ്ഞത്. അപ്പം അത് കഴിഞ്ഞ് ഫർദർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മകളുടെ പേര് ഇവരുടെ വായിന്ന് വന്നുപോയി ഫാത്തിമ. അപ്പോൾ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേര് ഈ ഫാത്തിമ എന്ന് ശരിക്കുള്ള പേരെന്താണെന്ന് ചോദിച്ചു. അവർക്കൊന്നും അറിയത്തില്ല. അവരങ്ങ് തുറന്ന സത്യം പറഞ്ഞു, അവരും UP മുസ്ലിമാണ്. പക്ഷേ ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് അവർക്ക് പലയിടത്തും ജോലി കിട്ടുന്നില്ല. ഇതൊരു സ്ത്രീയുടെ കാര്യമോ, വീടുകളിൽ ജോലിക്ക് പോകുന്ന ഒരു വളരെ പോവേർട്ടി, അതായത് ദാരിദ്ര്യമുള്ള അവരാണ് ഈ ജോലിക്കൊക്കെ പോകുന്നത്. രാവിലെ പാത്രം കഴുകാനും വീട് വൃത്തിയാക്കാനൊക്കെ സ്ത്രീകളാണ്. അപ്പം അവരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം ഇതുണ്ടായ അനുഭവമാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ പലയിടത്തും, അതായത് നിങ്ങളിപ്പോൾ സ്വിഗ്ഗി, അതേപോലെ സൊമാറ്റോ, ഈ പറയുന്ന ഡെലിവറി, അതിൻ്റെ അകത്ത് ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് പെട്ടെന്ന് ആരാണ് ഡെലിവറി ചെയ്യുന്നത് എന്ന് വരും. ഈ ആൾക്കാർ, പല ആൾക്കാരും പറയും മുസ്ലിം വേണ്ട, അതായത് ഈ ആൾ അഖിലോ അൻസാരിയോ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് പറയും ഒരു മുസ്ലിം എൻ്റെ വീട്ടിൽ ഡെലിവറി ബോയ് ആയിട്ട് വരരുത്. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഹാപ്പനിങ് ഇൻ ഇന്ത്യ. അതായത് ഏകദേശം 20 കോടിയോളം വരുന്ന ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു കൂട്ടരുടെ, അതായത് ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായിട്ട് അവരെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഐസൊലേറ്റഡ് ആയി. അതെ, ഞാനൊരു കാര്യം പറയാം, ഇതതിൻ്റെ പീക്കിലോട്ടങ്ങ് പോയി. അതായത് രാംനവമി ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ, യാത്ര നടക്കുന്നു. അവിടെ ഏതെങ്കിലും മുസ്ലിം പള്ളികളുണ്ട്, അവിടെ പ്രശ്നം, അവരുടെ റോസ്, അതേപോലെ അവരുടെ പെരുന്നാൾ, ഈ ഫാസ്റ്റിംഗ് സമയത്തൊക്കെ ഇതൊന്നും ഇപ്പോൾ പത്രങ്ങളിൽ വാർത്തയല്ല, ഇത് സോഷ്യൽ മീഡിയയിലും വാർത്തയല്ല. കാരണം ഇത് സ്ഥിരമായിട്ടങ്ങ് നടക്കുകയാണ് എല്ലായിടത്തും. അതായത് ഇന്ത്യയുടെ ഒരു പാർട്ടായിട്ട് ഇത് ഡെയിലി ഇത്രമാത്രം നടന്നിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയെ വേട്ടയാടുന്നു. അതായത് അവരുടെ വീടുകൾ ഈ ബുൾഡോസ് ഉപയോഗിച്ച് തട്ടിക്കളയുന്നു. അതേപോലെ അവരുടെ പള്ളികൾ, ആ പള്ളികളിൽ ഈ പറയുന്ന പോലെ മൈക്കും പരിപാടി,
അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊന്നുമല്ല, കുറച്ച് ആൾക്കാർ പോയിട്ട് പറയുവാണ് മൈക്കിൻ്റെ ശബ്ദം കുറയ്ക്കണം, പള്ളിക്കകത്ത് മാത്രമേ പാടുള്ളൂ. അതായത് എത്രയോ വർഷമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സംഭവമാണ്. നോർത്ത് ഇന്ത്യയിൽ, ഞാൻ കൃത്യമായിട്ട് പറയാം, നോർത്ത് ഇന്ത്യയിൽ ശരിക്കും, അതേപോലെ വെസ്റ്റേൺ ഇന്ത്യയിൽ ശരിക്കും ഈ പറയുന്ന വാങ്കുവിളി പലയിടത്തും നമ്മൾ കേൾക്കുന്ന സംഭവമാണ്. കാരണം അവരുടെ മുസ്ലിം റിലീജിയൻ്റെ വലിയൊരു പാർട്ടാണ് ഈ സംഭവം. ഇപ്പോൾ പലയിടത്തും കേൾക്കാനില്ല, ഭയന്നില്ല. അപ്പോൾ ഇങ്ങനൊരു ഭാഗത്ത് ഇന്ത്യയിൽ ഇത് നടക്കുകയും, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയായ കോൺഗ്രസ് പൂർണ്ണമായിട്ടും നിശബ്ദമാണ് നാഷണൽ ലെവലിൽ. അതൊരു ഭാഗത്ത് ഇങ്ങനെ ഡെയിലി റൂട്ടീനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് അതിനിടയ്ക്ക് സോഫ്റ്റ് ഹിന്ദുത്വ ആ രീതിയിൽ നോർത്ത് ഇന്ത്യയിലെ ഗെയിം പ്ലേ ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇതെല്ലാം ഉള്ളതാണ്. അപ്പം കേരളത്തിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി അവരുടെ ഒരു ധാരണയുണ്ട്, ഇതൊന്നുമല്ല ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായ പിണറായി വിജയൻ പിണറായി വിജയനിൽ നിന്ന് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതായത് ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇന്ത്യയിൽ ഒരു സീനിയർ ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ ഡിഫെൻഡ് ചെയ്യും. ഇതൊക്കെ ആദ്യകാലത്ത് പിണറായി വിജയൻ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് മലബാറിലൊക്കെ ഒരു വലിയ സൂപ്പർ ലീഡറായിട്ട് വന്ന ഒരാളാണ്. നിങ്ങൾ ഈ തലശ്ശേരി കലാപമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിലെ ചില ആൾക്കാരെ പറ്റി രക്തസാക്ഷി പച്ചക്കള്ളത്തിന് പി.ടി. തോമസ് പറഞ്ഞു തന്നെ സത്യം. പക്ഷേ അപ്പോൾ ഉണ്ടായി വെച്ചിരിക്കുന്ന ഒരു ജനങ്ങളോട് പ്രതിപാദിച്ച് മനസ്സിലാക്കി കൊടുത്ത മുസ്ലിം കമ്മ്യൂണിറ്റിയോട്, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു നേതാവാണ് പിണറായി വിജയൻ. അതിൻ്റെ പേരിലാണ് ഈ തലശ്ശേരി ആണെങ്കിലും ഈ കണ്ണൂർ ഭാഗത്തും ഒക്കെ ആണെങ്കിലും മലബാർ സൈഡിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് കേഡർ സ്വഭാവത്തിലും മുസ്ലിങ്ങൾ ശരിക്കും ഉണ്ട്. ധർമ്മടത്ത് 20% മുസ്ലിങ്ങളുണ്ട്. കണ്ണൂർ, അതായത് പാർട്ടിയുടെ കോട്ടകളിൽ ഈ പറയുന്ന TP ചന്ദ്രശേഖരനെ കൊലപാതകം നടത്തി അതുമായിട്ട് ബന്ധപ്പെട്ട് പോലും മുസ്ലിങ്ങളില്ലേ ഉണ്ട്, മുസ്ലിം ഗുണ്ടകളില്ല പാർട്ടിക്ക് വേണ്ടിയുണ്ട്. അപ്പോൾ അതൊരു ഭാഗത്ത് അവർക്കൊക്കെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പിണറായി വിജയൻ അവരെ ചതിച്ചു. അതായത് നിങ്ങൾക്കറിയാം, ഈ CPM എന്ന് പറഞ്ഞ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്ന് പോകണം, ബാക്കി പോളിറ്റ് ബ്യൂറോയും ബംഗാളും എന്നൊക്കെ പറയാൻ സംഭവം ഇല്ലാതായി മാറി. പക്ഷെ പിണറായിയിൽ നിന്നും പ്രതീക്ഷിച്ച ഒരു ശബ്ദം അത് നാഷണൽ ലെവലിൽ, കാരണം ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, ഇന്ത്യക്കാരെല്ലായിടത്തും ഉണ്ട്, മലയാളികൾ എല്ലായിടത്തും ഉണ്ട്, മലയാളികൾ ഗ്ലോബലായിട്ടുണ്ട്, മിഡിൽ ഈസ്റ്റിലുണ്ട്. പക്ഷെ ആ ഒരു ശബ്ദം കഴിഞ്ഞ 2 വർഷം അല്ലെങ്കിൽ 3 വർഷമായിട്ട് പിണറായി വിജയനിൽ നിന്നും പ്രതീക്ഷിച്ച ശബ്ദം പൂജ്യമായിട്ടൊന്ന് മാറി. ഇതൊരു വലിയ ഘടകമാണ്. ഇവർ കമ്പയർ ചെയ്യുന്ന 1-2 പേരെന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ, മലയാളികളായ കന്യാസ്ത്രീകൾ 2 പേര് ഛത്തീസ്ഗഡിൽ പ്രശ്നമുണ്ടായ സമയത്ത് പിണറായി വിജയൻ പ്രതികരിക്കുന്നു. പിണറായി വിജയൻ്റെ കൂടെയുള്ള മന്ത്രിമാർ പെട്ടെന്ന് ഛത്തീസ്ഗഡ് ദുർഗിലോട്ട് വരുന്നു, അവരുടെ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് ദുർഗിൽ വരുന്നു, കോൺഗ്രസ്സുകാർ വരുന്നു. പക്ഷേ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എത്രയോ മുസ്ലിങ്ങൾ വല്ലാത്ത രീതിയിൽ ഐസൊലേറ്റഡ് ആയിട്ട് മർദ്ദിക്കപ്പെടുന്നു, കള്ളക്കേസുണ്ടാകുന്നു, ഇതുണ്ടാകുന്നു. ഇവിടെയൊന്നും ഈ പറയുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശബ്ദം, അതായത് പിണറായി വിജയൻ പൂർണ്ണമായിട്ടും നിശബ്ദനാണ്. ഇത് ഏറ്റവും വലിയ ഘടകമാണ്. അവർ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് ചില NRIs, മുസ്ലിങ്ങളായ NRIs, അതായത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ, അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ചിലപ്പോൾ ഇപ്പോഴത്തെ ഗൾഫിലെ ക്രൈസിസ് കാരണം ചിലപ്പോൾ അവർക്ക് നാട്ടിൽ വോട്ട് ചെയ്യാൻ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ അവരുടെ കുടുംബം നാട്ടിലുണ്ട്, അവരുടെ ബന്ധുക്കൾ നാട്ടിലുണ്ട്. അവരുമായിട്ടൊക്കെ ഇതൊക്കെ ഈ പറയുന്നത് മനസ്സിലാക്കണം. ഒരു ഇടതുപക്ഷ ലിബറൽ പാർട്ടിയോട് ആഭിമുഖ്യമുള്ളവരാണ് ഇതൊക്കെ പറയുന്നത്, അല്ലെ ഞാൻ ഉണ്ടാക്കി പറയുന്നതൊന്നുമല്ല. അവരൊക്കെ പറയുന്നത്, പക്ഷേ അവരുടെ കുടുംബത്തോടും അവരുടെ ബന്ധുമിത്രാദികളോടും ഒക്കെ കൃത്യമായിട്ട് പറയും, ഇപ്രാവശ്യം പിണറായി വിജയൻ നയിക്കുന്ന LDFന് വോട്ട് ചെയ്യരുത്. കാരണം പിണറായി വിജയൻ നടത്തിയിരിക്കുന്ന ഏറ്റവും വലിയ ചതിയാണ്. അവർ പ്രതീക്ഷിച്ചതും അവർ എക്സ്പെക്റ്റ് ചെയ്തതുമായ സംഭവങ്ങളൊന്നും പിണറായി വിജയനിൽ നിന്ന് കിട്ടിയില്ല. ഇനി രണ്ടാമത്തെ ക്രൂഷ്യലായിട്ടുള്ള ഫാക്ടറുണ്ട്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചത്? ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് 2024 പാർലമെന്റ് ഇലക്ഷൻ. ഈ പാർലമെന്റ് ഇലക്ഷന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, CPMന്റെ
കേഡർ വോട്ടേഴ്സ്, അതായത് കായംകുളം എടുക്കുക, ആലപ്പുഴ എടുക്കുക, ആറ്റിങ്ങൽ എടുക്കുക, തിരുവനന്തപുരം എടുക്കുക, അങ്ങനെ പല ഭാഗങ്ങൾ എടുക്കുക, തൃശ്ശൂർ എടുക്കുക. ഇതിനകത്ത് വലിയൊരു CPM-ന് വോട്ട് ചെയ്യുന്ന അനുഭാവികളും അവരുടെ കേഡറും BJP-യിലോട്ടും UDF-ിലോട്ടും വോട്ട് ചെയ്തു. അതായത് ഞാനീ പറയുന്ന CPM, അതിനകത്ത് ഏറ്റവും ഉള്ളത് ഈ ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ BJP-യിലോട്ട് വോട്ട് ചെയ്തിരിക്കും. പറഞ്ഞ അതിലേക്ക് BJP-യുടെ 20% ആ രീതിയിൽ അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് പാർലമെന്റ് ഇലക്ഷനിൽ വരുത്തൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ടായി. അതായത് വോട്ട് സ്വിങ് ചെയ്തു. ഇത് പിണറായി വിജയനും പാർട്ടിക്കും ശക്തമായ ഷോക്കായി മാറി. ഷോക്ക് എന്ന് പറയുന്ന അവരുദ്ദേശിക്കുന്നതിനേക്കാളും വലിയ ഷോക്കായിട്ട് മാറി. അവിടെ പിണറായി വിജയനും പാർട്ടിയും എടുത്ത സ്ട്രാറ്റജിയാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിക്കുക. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് പോകുന്നു, അവർ മലപ്പുറം ജില്ലയിൽ അവർക്ക് സ്കൂളില്ല എന്ന് പറയുന്നു, മുസ്ലിം കമ്മ്യൂണിറ്റിയെ വളരെ മോശമായ രീതിയിൽ വേട്ടയാടുന്നു. ഏകദേശം 7-8 സ്റ്റേറ്റ്മെന്റ് വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെയും മുസ്ലിം ലീഗിനെതിരെയും നിരന്തരമായിട്ട് പറഞ്ഞു. അതിനകത്ത് ചിലപ്പോൾ പറഞ്ഞിട്ട് ചില സ്പീച്ചുകളുടെ അകത്തൊക്കെ CPM-ന്റെ സീനിയർ ലീഡേഴ്സായ വാസവൻ അങ്ങനെയുള്ളവരെയൊക്കെ സ്റ്റേജിലിരുത്തിയാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇതേപോലെയുള്ള വാചകം തട്ടിവിട്ടത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ പറയുമ്പം പെട്ടെന്ന് തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇടപെട്ട് അത് തിരുത്താൻ ശ്രമിക്കും, അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയും, അല്ലെങ്കിൽ അതിനെ രൂക്ഷമായ രീതിയിലുള്ള കൗണ്ടർ അറ്റാക്ക് ചെയ്യും. എന്താണ് മുസ്ലിം കമ്മ്യൂണിറ്റി വിശ്വസിക്കുന്നത് ഇതിനകത്ത്? അതായത് പിണറായി വിജയൻ, വെള്ളാപ്പള്ളി, അതിനുശേഷം അവരൊരു കാറിൽ സഞ്ചരിക്കുന്നു. ഇതൊക്കെ ഉണ്ടാക്കിയ മാറ്റം, അതായത് ഞാനൊരു കാര്യം പറയും, ഇതിനകത്ത് വെള്ളാപ്പള്ളി പറഞ്ഞ ചിലതൊക്കെ സത്യമായിരിക്കും. പക്ഷെ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി വിശ്വസിക്കുന്ന ഈ രീതിയിലുള്ള വെള്ളാപ്പള്ളിയുടെ വോക്കൽ അറ്റാക്ക് അത് സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങി നടന്നു കഴിഞ്ഞപ്പോൾ ഏത് രീതിയിലാണ് അതിനെ പൂർണ്ണമായിട്ടും ഒബ്ജക്റ്റ് ചെയ്ത് അതായത് അതിനെ എതിർത്ത് പരാജയപ്പെടുത്തേണ്ട പിണറായി വിജയൻ നിശബ്ദനായിട്ട് നിന്ന് അത് എൻകറേജ് ചെയ്ത് കൊടുത്തു. അതായത് പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇതേപോലെയുള്ള സംഭവങ്ങൾ പറഞ്ഞു എന്ന് കേരളത്തിലെ മുസ്ലിം ജനത ഒറ്റക്കെട്ടായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അത് പ്രൈമറിയാണ് സംഭവം. വെള്ളാപ്പള്ളി നടേശൻ വരുത്തിയ ഡാമേജ് എന്ന് പറയുന്നത്, അതായത് പ്രത്യേകിച്ച് CPM-ന് വോട്ട് ചെയ്യുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയ്ക്ക് വന്നിരുന്ന ഡാമേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന CPM ഒക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിനും വളരെ വളരെ മുകളിലാണ്. അത് വളരെ കൃത്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഒരു ആൻറ്റി മുസ്ലിം ആണെന്നുള്ള സംഭവം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഭവത്തിൽ കൂടെ ഇത് കേരളത്തിൽ മുഴുവനും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അന്ന് പ്രചരിപ്പിച്ചു. അപ്പം ബേസിക്കലി ഉണ്ടായിരിക്കുന്നത് പിണറായി വിജയൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക്കൽ ഫെയിലിയറാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ വെച്ച് ഈ ഗെയിം നടത്തിയേക്കുന്നത്. ഇതിനകത്ത് രണ്ടാമത്തെ ഒരു പോയിന്റ് ഉണ്ട്. വെള്ളാപ്പള്ളി നടേശൻ അതിരൂക്ഷമായിട്ട് VD സതീശനെയും കോൺഗ്രസ് അധികാരത്തിൽ വരുത്തില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നല്ലപോലെ പൊളിറ്റിക്സ് അറിയാവുന്ന കേരളത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അവർ വളരെ കൃത്യമായിട്ട് വിലയിരുത്തുന്നത്, അതായത് VD സതീശനെയാണ് പിണറായി വിജയൻ എതിർക്കുന്നത്, അത് വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഇതോടുകൂടിയാണ് VD സതീശൻ്റെ പ്രൊഫൈൽ അങ്ങ് മാറുന്നത്. ഇത് ആദ്യം മനസ്സിലാക്കേണ്ട ചില പൊളിറ്റിക്കൽ ഗെയിമുണ്ട്. ഇതോടുകൂടിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് VD സതീശൻ ആക്സെപ്റ്റഡായി മാറുന്നത്. ഇതാണ് ഇതിൻ്റെ കാര്യം. അതേപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് SDPI ആണ്. ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു വോട്ടും ഖുറാപ്പും കൂപ്പും വലുതായിട്ടൊന്നും വലിച്ചാം, പക്ഷേ SDPIക്ക് വലിയ രീതിയിൽ വോട്ടുണ്ട്. ഇപ്പോൾ SDPIയുടെ പല നേതാക്കളും പറയാൻ തുടങ്ങി, ചില മണ്ഡലങ്ങളിൽ അവർ CPM-നെ പിന്തുണയ്ക്കും, ചിലയിടത്ത് കോൺഗ്രസിനെ പിന്തുണയ്ക്കും. ഒരു കാര്യം പറയാം, ഇന്നത്തെ സാഹചര്യത്തിൽ SDPIയോ മുസ്ലിം ലീഗോ പിണറായി വിജയനെ പിന്തുണച്ചാലും, ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, കേരളത്തിലുള്ള മുസ്ലിങ്ങൾ പിണറായി വിജയനെ അനുകൂലിക്കത്തില്ല.
ആ രീതിയിലുള്ള അവർക്ക് മനസ്സിന്, അതായത് മാനസികമായിട്ട് കോറിലേറ്റിട്ടുണ്ട് പിണറായി വിജയനെതിരെ. അതായത് പഴയ തലശ്ശേരി കലാപത്തിൻ്റെ ലീഡർ, കേരള നിയമസഭയിൽ രക്തം വാർന്ന ഷർട്ടുമായിട്ട് എത്തുന്ന പിണറായി വിജയനെ കാണുന്നത് മോഡിക്ക് തുല്യനായിട്ടാണ്. ഇതാണ് ഈ പറയുന്നത് ഡീൽ എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് പറയുന്നതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുടെ അകത്ത് പിണറായി വിജയൻ അൾട്ടിമേറ്റ്ലി അത് ഫെയിലിയർ ആയിപ്പോയി ഉറപ്പായിട്ടും. അത് ശരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഈ മീഡിയ വൺ ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലിലും കഴിഞ്ഞു. ഇനിയും മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞു, മഞ്ചേശ്വരത്ത് സുരേന്ദ്രന് ചാൻസ് ഉണ്ട്. പക്ഷെ അവിടെ SDP കാൻഡിഡേറ്റ് ഉണ്ടായിരുന്ന അയാൾ പിന്മാറി. അവരവിടെ UDF, അതായത് സുരേന്ദ്രൻ ജയിക്കരുത്. അതേപോലെ നേമത്ത് അവർ ശിവൻകുട്ടിയെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതാണ് ഞാൻ പറയുന്നത്, വോട്ടിൻ്റെ സ്ട്രക്ചറാണ് ഈ പറയുന്നത്. അതായത് മഞ്ചേശ്വരത്ത് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ആരും മുസ്ലിങ്ങൾ. അപ്പോൾ അവിടെ ഈ പറയുന്ന സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു ഭൂരിപക്ഷത്തിനാണ് തോറ്റുപോയത്. അപ്പോൾ ആ ഒരു സന്ദർഭം ഇനിയും ഉണ്ടാവത്തില്ല. സുരേന്ദ്രൻ നല്ലപോലെ അങ്ങ് തോറ്റുപോകും. കാരണം അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി ബ്ലോക്കായിട്ട് അവരങ്ങ് തീരുമാനിക്കുകയാണ് ഇന്നയാളങ്ങ് ജയിച്ചാൽ മതി, അതേപോലെ അങ്ങ് ജയിക്കത്തുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നേമത്ത് മുസ്ലിം കമ്മ്യൂണിറ്റി അങ്ങ് തീരുമാനിക്കുകയാണ്, അതായത് അവിടെ ഈ ശിവൻകുട്ടിയെ അങ്ങ് ജയിപ്പിക്കാം. അതായത് അതിൻ്റെ അകത്ത് പൊളിറ്റിക്സ് ഒന്നുമില്ല, ശിവൻകുട്ടിയെ ജയിപ്പിക്കാം, പക്ഷേ രാജീവ് ചന്ദ്രശേഖരെ തോൽപ്പിക്കാം. നിർണായകമായിട്ട് അങ്ങ് പോകും. അതായത് സ്പ്ലിറ്റ് ആകത്തില്ല. അതായത് CPM വോട്ടും കോൺഗ്രസിൻ്റെ വോട്ടും അങ്ങനെ ഒരു സ്പ്ലിറ്റ് പിന്നെ ഉണ്ടാകത്തില്ല. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് പത്തനാപുരം. അതായത് കേരളത്തിലെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറാണ് മത്സരിക്കുന്നത്. ഈ പത്തനാപുരത്ത് മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് അതിനിർണായകമാണ്. അവിടെയുള്ള ഇപ്രാവശ്യത്തെ മുസ്ലിം വോട്ടുകൾ ഒന്നടങ്കം അങ്ങ് തീരുമാനിച്ചു ഗണേശനെ തോൽപ്പിക്കുക. കാരണം ഗണേശൻ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഗണേശൻ്റെ കയ്യിലിരിപ്പ് 5ഓളം പ്രാവശ്യമായി അത് നാട്ടുകാരെ മുഴുവനും പൊറപ്പിച്ച് വലിയ ബുദ്ധിമാനാണ്, മാടയാണ്, കോടയാണെന്നൊക്കെ പറയുമ്പം അവിടെയുള്ള പത്തനാപുരത്തുള്ള CPM ബന്ധപ്പെട്ട സഖാക്കൾ തന്നെ പറയാൻ തുടങ്ങി പിണറായി വിജയനെ തോൽപ്പിക്കണം. പിണറായി വിജയനെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഗണേശനെ തോൽപ്പിക്കണം. ഇതാണ് അതിൻ്റെ സംഭവം. ഇതിൻ്റെ പേരിൽ ഞാൻ ഈ പറയുന്നത്, അവിടെ ഗണേശൻ തോൽക്കുക മാത്രമല്ല നല്ല ഭൂരിപക്ഷത്തിനങ്ങ് തോറ്റു. അവിടെ ജ്യോതികുമാർ ചാമക്കാല ഉറപ്പായിട്ട് കഴിഞ്ഞ 5 വർഷം അവിടെ നിന്ന്, അതായത് തോറ്റ ശേഷം അവിടെ നിന്ന് പ്രവർത്തിച്ചു. പിന്നെ അയാൾക്ക് അതിൻ്റെ ഒരു മെറിറ്റും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് വരുമ്പം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് 5ാമത്തെ പ്രാവശ്യം 5 പ്രാവശ്യം ജയിച്ച MLA അവിടെ തോറ്റങ്ങ് പോകും. അതായത് വോട്ടുകൾ അങ്ങ് കൺസോളിഡേറ്റ് ചെയ്യും. പുനലൂർ CPM വലിയ കോട്ടയാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPI കോട്ടയാണ്. CPI ആണ് മത്സരിക്കുന്നത്. പക്ഷെ അവിടെ മുസ്ലിം വോട്ട് നിർണായകമാണ്. അവിടെ മത്സരിക്കുന്ന ലീഗിൻ്റെ ആളാണ്. അവിടെ ബേസിക്കലി കേരളത്തിൽ, അതായത് തെക്കൻ കേരളത്തിൽ, ഈ പറയുന്ന കൊല്ലമാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഈ കോട്ടയത്തൊന്നും ഈ പറയുന്ന ലീഗിന് വലിയ അവർക്ക് ആളും പേരും കണാപ്പൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ ആ ഒരു ലെഫ്റ്റ് വേഴ്സസ്, അതായത് LDF UDF സംഭവത്തിനകത്ത് ഒരു സീറ്റ് അത് നിർണായകമായിരിക്കും. കാരണം അവർക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എത്രമാത്രം തോൽവിയാണ് പിണറായിക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ട് പുനലൂർ തോറ്റുപോകും, ഉറപ്പായിട്ടും പുനലൂർ തോറ്റുപോകും, ചടയമംഗലത്ത് തോറ്റുപോകും. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ ബാലഗോപാൽ കൊട്ടാരക്കര, അയാളും തോറ്റുപോകും. ഏതാണ്ട് കൊല്ലം ജില്ല UDF എന്ന് പറയുന്ന കംപ്ലീറ്റ് സീപ്പായിരിക്കുന്ന ഉണ്ടാവുന്നത്. അതായത് CPM ഒരു കോട്ടയാണ് ഈ കൊല്ലം ജില്ല. അവിടെ ക്ലീൻ സ്വീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ നിങ്ങളെ കണ്ട ആ സ്വീപ്പ് അത് 4 മടങ്ങ് ശക്തമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്വീപ്പ് ചെയ്തു പോകും. ഇനി അടുത്ത സംഭവം നിങ്ങൾ എടുത്തു പോകുക. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ പാർട്ടിയുമായിട്ട് LDFുമായിട്ട് സഹകരിച്ച എത്രമാത്രം പഞ്ചായത്ത് മെമ്പേഴ്സാണ് ഈ CPM വിട്ട് പോയത്, അവരെങ്ങോട്ടാണ് പോയെന്ന് നോക്കുകയാണ്. അതേപോലെ സൊസൈറ്റി മെമ്പേഴ്സ്, അവിടെ ഈ ജനകീയനായിട്ടൊക്കെ നിന്ന് പ്രവർത്തിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ലീഡേഴ്സ് കഴിഞ്ഞ 1.5 വർഷം 2 വർഷം കൊണ്ട് എത്ര പേരാണ് പാർട്ടി ലൈനിൽ നിന്ന് മാറിയത്. അതായത് ഇവർ ഗ്രൗണ്ട് വർക്കേഴ്സാണ്. ഇതിൻ്റെ കണക്കെടുത്ത് നോക്കൂ. അപ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എത്രമാത്രം കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് എത്രമാത്രം ഡീപ്പായിട്ടാണ് ഇത് കയറിപ്പോയിരിക്കുന്നത്.
ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്ത് അങ്ങോട്ട് വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് പിണറായി വിജയൻ പോലും ധർമ്മടത്ത് ഈ പറയുന്ന പാർട്ടി സഖാക്കളുടെ മുസ്ലിങ്ങളായ സഖാക്കളുടെ വോട്ട് കിട്ടത്തില്ല. എൻ്റെ ഒരു കണക്ക് കൂട്ടലാണ്. ഞാൻ പല ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചാണ് അവിടെ പോലും ഈ പറയുന്ന പിണറായി വിജയന് അവിടെ വോട്ട് കിട്ടാൻ സാധ്യത കുറവാണ്, അതായത് മുസ്ലിം സഖാക്കളുടെ പോലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കണ്ണൂർ ജില്ല പാർട്ടിയുടെ കോട്ടയാണ്. അവിടെ ഇപ്രാവശ്യം കണ്ണൂർ ജില്ലയിൽ ഭൂരിപക്ഷം സീറ്റുകളിലും ഞാൻ കൃത്യമായിട്ട് പറയാൻ അവിടെ CPM തോൽക്കാൻ പോവുകയാണ്. കാരണം അവിടെ വളരെ ക്രൂഷ്യലാണ് ഈ മുസ്ലിം വോട്ടുകൾ. അവരൊന്നടങ്കം വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പിണറായി വിജയനും പാർട്ടി സാവിൻ്റെ ഒക്കെ വെടി തീരും കൂടെ പോകും. അതുമല്ല പാർട്ടിക്കകത്തുള്ള പ്രശ്നം ഇതെല്ലാം കൂടെ നോക്കുവാണെങ്കിൽ, അതായത് ഓൾ ടുഗദർ നമ്മളെല്ലാം കൂടെ പരിശോധിച്ച് അനലൈസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരു വളരെ ശക്തമായ രീതിയിലാണ് പിണറായിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അതിനെ ബ്രേക്ക് ചെയ്യാനോ അതിനെ എന്തെങ്കിലും ചെയ്യാനും പിണറായിക്ക് ഈ പാർട്ടിക്ക് കഴിയുന്നില്ല. SDP-യുടെ അവരുടെ സീനിയർ നേതാക്കൾ എന്ത് തീരുമാനം എടുത്താലും, അല്ലെങ്കിൽ അതാണ് ഞാൻ വീണ്ടും ഒരു വാക്ക് പറഞ്ഞത്, സാക്ഷാൽ മുസ്ലിം ലീഗ് പോലും തീരുമാനിക്കുന്നത് പിണറായി വിജയനെ അനുകൂലിക്കണമെന്ന് പറഞ്ഞാലും മേക്ക് ഇറ്റ് ക്ലിയർ, അതായത് പിണറായി വിജയൻ്റെ തോൽവി എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPM-ൻ്റെ ചരിത്രത്തിലില്ലാതെ തോൽവിയായിട്ട് വരും. അതുപോലെ ഞാൻ വീണ്ടും ഒരു കാര്യം കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രമാത്രം പിണറായി വിജയൻ, അതായത് മുഖ്യമന്ത്രിക്കെതിരെ തിരിയുന്നത്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് പിണറായി വിജയൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും കേരള രാഷ്ട്രീയത്തിൽ നിന്നും സംപൂജ്യനായിട്ടങ്ങ് മാറും. അതായത് മോഡി പിണറായി ഡീലെന്ന് വിശ്വസിക്കുന്ന ഒരു 95% മുസ്ലിങ്ങളും ഇന്ന് കേരളത്തിലുണ്ട്. അത് വിശ്വസിക്കുന്ന വലിയൊരു ശതമാനം മുസ്ലിങ്ങളായിട്ടുള്ളവർ ഗൾഫ് കൺട്രീസിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ സ്വാധീനിക്കും. ഇത് ഒന്നടങ്കം ബ്ലോക്കായിട്ട് വോട്ട് ചെയ്യുമ്പോൾ പിണറായി വിജയൻ ധർമ്മടത്ത് പോലും ചോദ്യചിഹ്നം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല.